ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുണി ഉപയോഗിച്ച് കുട്ടികൾക്കുള്ള ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതിനായിട്ട് 2 പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഈ വലിയ തുണിയുടെ നീളം 15 ഇഞ്ച്, അതേപോലെ വീതി 2.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ ചെറിയ തുണി ഉണ്ടല്ലോ, അതിൻ്റെ നീളം 11 ഇഞ്ച്, അതേപോലെ വീതി 2.5 ഇഞ്ചാണ് വേണ്ടത്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക്കിൻ്റെ നീളം 6 ഇഞ്ച്, വീതി 2 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ ആദ്യം തന്നെ തുന്നാനായിട്ട് പോണത് ഇതിലത്തെ ഈ വലിയ തുണി ഉണ്ടല്ലോ, അതാണ്. ഇത് നമ്മളിപ്പോൾ കാണുന്നത് ഈ തുണിയുടെ നല്ല ഭാഗമാണ്. ഇത് ഇതേപോലെ മടക്കിയിട്ട് ഇതിൻ്റെ ഈ താഴ്ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് കൈ വെച്ചിട്ട് തുന്നി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്താണ് എടുക്കുന്നത് മെഷീനിൽ. ഇതേപോലെ ഈ ഒരു അറ്റം നമ്മൾ ഫുള്ളായിട്ട് മേലേന്ന് താഴെ വരെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കാണുന്നത് തുണിയുടെ ഉള്ളിലത്തെ വശമാണ് കേട്ടോ, നല്ല ഭാഗം ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. ഇപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണി ഒന്ന് മറച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പിന്ന് യൂസ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ മറച്ചെടുക്കുന്നത്. ഇതേപോലെ ഈ തുണിയുടെ ഒരു അറ്റത്തായിട്ട് ഇങ്ങനെ ഈ പിന്ന് കുത്തി കൊടുക്കുക. പിന്നെ നമ്മൾ ഈ പിന്നിൻ്റെ ഈ അറ്റം ഉള്ളിൽ കൂടെ എടുത്തിട്ട് നമ്മൾ സാധാരണയായിട്ട് വള്ളിയൊക്കെ ഇടില്ലേ, അതേപോലെ ഈ പിന്ന് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ തുണിയുടെ നല്ല വശം ഇതേപോലെ പുറത്തേക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതെല്ലാം ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിൻ്റെ പാട് കാണുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗം ഇതുപോലെ നടുക്കിൽ വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുക. ഈ ഒരു സൈഡിൽ നടുക്കിലായിട്ട് ഫുള്ളായിട്ട് ആ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ പാട് കാണുന്നുണ്ട്. ഇതിനി തിരിച്ച് പിടിച്ചാൽ ഈ തുണിയുടെ നല്ല ഭാഗം, സ്റ്റിച്ചിങ് ഒന്നും വരാത്ത നല്ല ഭാഗമാണ് നമുക്ക് കാണാൻ പറ്റുക. നമ്മളിപ്പോൾ ഹെയർ ബാൻഡ് തലയിൽ വെക്കുമ്പോൾ ഈ ഒരു ഭാഗമാണ് പുറത്തേക്ക് കാണുക. നമ്മളൊന്ന് ഇത് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ, അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇത് ഇരിക്കും. അതിനുശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അടുത്ത തുണി എടുക്കാം. ചെറിയ തുണി ഉണ്ടല്ലോ, അതെടുക്കുക. അതും നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ തുണിയുടെ നല്ല ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതേപോലെ മടക്കിയിട്ട് ഈ ഒരു അറ്റം മേലേന്ന് താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് കൈ വെച്ചിട്ട് തുന്നിയിട്ടും ഇത് ഈസി ആയിട്ട് ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ മുമ്പൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ പിന്ന് വെച്ചിട്ട് ഇതേപോലെ ഇതിൻ്റെ നല്ല ഭാഗം പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യണത്. അടുത്തതായിട്ട് നമ്മളിതിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ഈ ഒരറ്റത്തായിട്ട് പിന്ന് കുത്തി കൊടുത്ത് നമ്മൾ വള്ളിയൊക്കെ ഇട്ട് കൊടുക്കില്ലേ സാധാരണയായിട്ട്, അതേ രീതിയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഇലാസ്റ്റിക്കും തുണിയും കൂടിയും ഒരറ്റത്ത് ചേർന്ന് ഇതേപോലെ ഇങ്ങനെ ചേർന്ന് വരുമ്പോൾ ഇതിങ്ങനെ ചേർത്ത് വച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഞാനിവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ്, അപ്പോൾ നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു പിന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരറ്റവും ഒരേപോലെ ഇതുപോലെ തുണിയും ഇലാസ്റ്റിക്കും കൂടി ചേർത്ത് വെച്ചിട്ട് ഈ സൈഡിലും ഞാനൊരു പിന്ന് കുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ പിന്ന് അഴിച്ച് മാറ്റി 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. തുന്നായാലും ശരി, നന്നായിട്ടൊന്ന് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം 3-4 വട്ടം. അങ്ങനെ 2 സൈഡും ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള തുണി ഉണ്ടല്ലോ നീളം കൂടിയിട്ടുള്ളത്, അതെടുക്കുക. അതിൻ്റെ നല്ല ഭാഗം, അതായത് സ്റ്റിച്ചിൻ്റെ പാടൊന്നും കാണാത്ത നല്ല ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. അതേപോലെ നമ്മളിപ്പോൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ 2 തുണികളുടെയും ഒരറ്റം തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ച് ഇതിൽ കാണുന്ന രീതിയിൽ ഒന്നിങ്ങനെ മടക്കി ഞാനിവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കാൻ വേണ്ടി പോവാണ്. നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ്, അപ്പോൾ നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പിന്ന് കുത്തി കൊടുക്കുകയാണ്. ഇനി ഈ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടുള്ള തുണി ഉണ്ടല്ലോ, അത് ഇതേപോലെ പിടിച്ച് ഇതിൻ്റെ മറ്റേ അറ്റത്തേക്കും കൊണ്ടുവന്ന് അവിടെയും ഇതേപോലെ ചേർത്ത് പിടിച്ച് ചെറുതായിട്ടൊന്ന് ഇതുപോലെ മടക്കി ഇവിടെയും ഞാനൊരു പിന്ന് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി ഇത് രണ്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ കൈ വെച്ച് പിടിച്ചിട്ടില്ലേ, അവിടെ 2 സൈഡിലും നമ്മൾ നന്നായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഒരു 3-4 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു തുണി ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗമൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മളുടെ ഹെയർ ബാൻഡ്. ഇനി നമുക്കിതിന് കുറച്ചും കൂടി ഭംഗി കൂട്ടാനായിട്ടൊരു കാര്യം കൂടി ചെയ്യാം. ഒരു പൂ ഉണ്ടാക്കിയിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക.
അളവൊന്നും നോക്കേണ്ട കാര്യമില്ല. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കോഫി കുടിക്കുന്ന കപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വളയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിൽ വരച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. കോമ്പസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ വലിയ പൂവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വലിയ റൗണ്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ തുണി ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഈ താഴ്ഭാഗം തുന്നിക്കൊടുക്കാം. നമ്മൾ സൂചിയും നൂലും യൂസ് ചെയ്തിട്ട് നൂലിൻ്റെ താഴെ കെട്ടിട്ട് നമ്മൾ തുന്നിക്കൊടുക്കുകയാണ് കേട്ടോ. ഈ സൂചി ഇതിൽ ഇതേപോലെ എന്താ പറയുക എളുപ്പത്തിൽ ഇങ്ങനെ തുന്നിയെടുക്കില്ലേ നമ്മൾ, ആ രീതിയിൽ തുന്നിയാൽ മതി കേട്ടോ. സ്ട്രോങ് ആയിട്ടൊന്നും ആവശ്യമില്ല. ഇതേപോലെ ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ കൊടുക്കുക. അങ്ങനെ ഈ അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ നമ്മൾ ഇതേപോലെ ഈ സൂചി വെച്ച് ഇങ്ങനെ തുന്നിയെടുത്തിട്ട് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി ഈ സൂചി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ ബാക്കിയുള്ള 5 എണ്ണം കൂടി തുന്നിയെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വെച്ച് തുന്നിയാൽ മതിയാവും. ഇതിപ്പോൾ ഒരെണ്ണം തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതും കൂടി ഈ ഒരു സൂചിയിൽ ഇങ്ങനെ ഈ സെയിം നൂലിൽ തന്നെ നമ്മൾ ഈ 6 എണ്ണം തുന്നിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ ഇങ്ങനെ തുന്നിയെടുക്കുക. അപ്പോൾ ഞാനിതൊക്കെ വേഗം തുന്നിയിട്ട് വരാം. അങ്ങനെ 6 എണ്ണം ഞാനിവിടെ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. 6 എണ്ണത്തിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 7 എണ്ണോ അല്ലെങ്കിൽ 5 എണ്ണോ ആക്കാം, കുഴപ്പമില്ല. അതിനുശേഷം ഈ നൂല് നന്നായിട്ടൊന്നിങ്ങനെ വലിക്കുമ്പോൾ ടൈറ്റ് ചെയ്ത് വലിക്കുമ്പോൾ നമുക്കൊരു പൂവിൻ്റെ പോലെ ഇത് കിട്ടും. എന്നിട്ട് എവിടെ നിന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു തുണിയിൽ തന്നെ അവസാനം നമ്മൾ ഈ നൂല് തുന്നി കൊടുക്കുക. ഇതേപോലെ നല്ല ടൈറ്റ് ചെയ്ത് വലിച്ച് തുന്നി കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു പൂവിൻ്റെ ഷേപ്പിൽ ഇത് കിട്ടണതാണ്. ഒരു 2-3 വട്ടം തുന്നി നമ്മളിതൊന്ന് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൂവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ലാസ്റ്റ് നമ്മളൊന്ന് തുന്നി കൊടുക്കണം. ഇനി നമ്മളുണ്ടാക്കിയ ഹെയർ ബാൻഡിൽ ഈ പൂവ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് തുന്നി വേണമെങ്കിൽ യോജിപ്പിച്ച് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഹെയർ ബാൻഡിൻ്റെ ഒരു സൈഡിലായിട്ട് ഈ പൂവ് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കാനാണ് പോണത്. നമ്മുടെ ഗ്ലൂ ഗണ് തുണിയിൽ വെച്ചിട്ട് ഒട്ടിച്ചൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും, വിട്ടുപോരൊന്നുമില്ല. അങ്ങനെ ഞാനിത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ നടുക്കിലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടൺ ഒട്ടിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് വലിയ സ്റ്റോൺ എന്തെങ്കിലും ഭംഗിയുള്ളത് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വൈറ്റ് കളറിലുള്ള ഒരു പോംപോം ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇതേപോലെ എൻ്റെ നടുക്കിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു 5 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് പാകാവുന്ന രീതിയിലാണ്. ഇനി കുഞ്ഞ് ബേബീസിനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ മെഷർമെൻറ്റിൽ ചെറിയ വ്യത്യാസം വരുത്തിയാൽ മതി. നമ്മൾ എടുത്തിരിക്കുന്ന അളവ് കുറച്ചൊന്ന് ചെറുതാക്കിയാൽ നമുക്ക് കുഞ്ഞ് ബേബീസിന് വേണ്ടിയിട്ടും ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട്, അതേപോലെ ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.